മൂവാറ്റുപുഴ മുതൽ അങ്കമാലി വരെയുള്ള MC റോഡിന്റെ നവീകരണങ്ങൾ ഉടൻ നടത്തണമെന്നാവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ MLA പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകി. റോഡിൽ അവസാനമായി സമഗ്ര ഉപരിതല നവീകരണം നടത്തിയിട്ട് 15 വർഷത്തിലധികമായി. ഇതിനെ തുടർന്ന് പല സ്ഥലങ്ങളിലും വലിയ ദുരിതമാണ് വാഹനയാത്രക്കാർ നേരിടുന്നത്. അങ്കമാലി മുതൽ മൂവാറ്റുപുഴ വരെയുള്ള ഭാഗത്ത് MC റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കാനായി BM&BC നിലവാരത്തിൽ നവീകരിക്കണമെന്നും ഇതിന് പ്രത്യേക ഫണ്ട് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മാത്യു കുഴൽനാടൻ MLA മന്ത്രിക്ക് നിവേദനം നൽകിയത്. റോഡിൽ അവസാനമായി സമഗ്ര ഉപരിതല നവീകരണം നടത്തിയിട്ട് 15 വർഷത്തിലധികമായതായി പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് പരിപാലന ഉപവിഭാഗം സമർപ്പിച്ച റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നു. കാലപ്പഴക്കം, കനത്ത ഗതാഗത ഭാരം, തുടർച്ചയായ മഴ എന്നിവ മൂലം റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗുരുതരമായ ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. നിലവിൽ നടപ്പിലാക്കുന്ന പാച്ച് ടാറിംഗ് ഉൾപ്പെടെയുള്ള താൽക്കാലിക അറ്റകുറ്റപ്പണികൾ കൊണ്ട് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാകില്ലെന്നാണ് വകുപ്പിന്റെ തന്നെ വിലയിരുത്തൽ. ദേശീയപാത നിർമ്മാണം നീളുന്ന സാഹചര്യത്തിൽ വലിയൊരു വിഭാഗം വാഹനങ്ങൾ നിലവിൽ MC റോഡിനെയാണ് ആശ്രയിക്കുന്നത്. ഇത് റോഡിന്റെ വേഗത്തിലുള്ള തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടെന്ന് നിവേദനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. അങ്കമാലി മൂവാറ്റുപുഴ ഭാഗത്തെ റോഡ് നവീകരണം ഗതാഗത സുരക്ഷയെയും സാമ്പത്തിക പ്രവർത്തനങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന അടിയന്തര ആവശ്യമാണെന്ന് MLA വ്യക്തമാക്കി. തനിമയാർന്ന നാടൻ മസാലകളുടെ വിപുലമായ ശേഖരങ്ങളുമായി മൂവാറ്റുപുഴയുടെ സ്വന്തം മസാലക്കൂട്ട്. ഗുണമേന്മയുള്ള ഇൻസ്റ്റന്റ് മസാലകളും ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ മില്ലറ്റ് കൊണ്ട് നിർമ്മിച്ച പുട്ടുപൊടിയും വിവിധങ്ങളായ ചായപൊടികളും വ്യത്യസ്തങ്ങളായ 20-ൽ പരം അച്ചാറുകളും തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഹോം മെയ്ഡ് പ്രോഡക്റ്റുകളും മസാലക്കൂട്ടിൽ ലഭ്യമാണ്.